പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് എല്ലാം തീർന്നു. അയ്യ ഗൈസ്, എനിക്ക് എൻ്റെ സൗണ്ട് അടിച്ച് വിഷമം തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അരോചകം തോന്നുന്നില്ല എൻ്റെ സൗണ്ട് അടിച്ച്? അരോചകം തോന്നുന്നില്ല, സൗണ്ട് പോയി. രണ്ടു ദിവസം വിളിച്ചിരിക്കാൻ പോലും പറ്റില്ല. അതേ ഇനി ടീമിനോട് ചെയ്യാൻ പറ്റുള്ളൂ. ബാറ്റ് ചെയ്യുന്നും ബോൾ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ സൗണ്ടും ഒന്നും ചെയ്യാനില്ല. എന്തവസ്ഥയില്ലേ? ഇപ്പോൾ ട്രൈ സീരീസിലെ രണ്ടാമത്തെ മാച്ചാണ് ഇന്ന്. ബാക്കി അനീഷ നീ പറയടാ. എന്താ ജയിക്കാനുള്ള മാക്സിമം എഫോർട്ട് നമ്മൾ ഇടും. അതിലെ ഉണ്ടായ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ജയിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കും. പുള്ളിക്ക് വയ്യ, നടുവൊക്കെ വെട്ടിത്തിരിഞ്ഞ് ഇനിയിപ്പം യോഗമില്ല. പക്ഷേ ചെയ്യും കേസ് എന്ന് നേരെ ഫിസിയോ പോയിട്ട് ഇത് ചെയ്യണം, ടാപ്പ് ചെയ്യണം ബാക്കിൽ. അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ജേഴ്സി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി കിട്ടാനായിട്ട്. ജേഴ്സി ഇട്ട ഫസ്റ്റ് കളി ജയിക്കണമെന്നാണ് നമ്മുടെ ഇതിൽ. നമ്മുടെ ചരിത്രത്തിൽ ജേഴ്സി ഇട്ട ഫസ്റ്റ് കളിയിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയും കൂടി ജയിച്ചാലേ നമുക്ക് നാളത്തെ കളി ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് ആവുള്ളൂ. നല്ല വാശിയുള്ളൊരു കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നാളെ ഈവനിങ് ആണ് കളി, ഫെഡ് ലൈറ്റിലാണ് കളി. അപ്പോൾ അത് സ്റ്റിച്ചിൽ ലെതർ ബോളിൽ കളിക്കുന്ന നമ്മുടെ ഫസ്റ്റ് കളിയാണ് നമ്മുടെ ലൈഫിൽ തന്നെ. അപ്പോൾ അത് ഇനി എന്തൊക്കെ നടുവെട്ടിയിരുന്നാലും എന്തൊക്കെ ചെയ്തിരുന്നാലും ഞാനത് മിസ് ചെയ്യൂല. കാരണം ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് എന്തൊക്കെ വന്നാലും ഞാൻ കളിക്കും. ഒന്നീ പഴിച്ചാൽ മൂന്നെണ്ണാണല്ലോ. അപ്പൊ ഇന്നും തോക്കുന്നിട്ട് നാളെ ജയിക്കും. മാസായിരിക്കും ഒന്നീ പഴിച്ച മൂന്നെണ്ണ. സ്പോർട്സ് ആയിട്ട് ഒന്നും അറിയത്തില്ല. മിനിമം ഒരു കൊച്ചു പിള്ളേർക്ക് ഗോല് കളിയെങ്കിലും അറിയാം. ഇവൻ അതും അറിഞ്ഞൂടാ. എങ്കിൽ അവർക്ക് കൊള്ളാം. CCL ടീമിൽ ഇത്രയും ദിവസത്തെ പ്രാക്ടീസ് ആക്കല്ലേ. നമ്മളെ തോപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അല്ലേ? നേരെ നമുക്ക് ഫിസിയോയിൽ പോയിട്ട് ബാക്ക് ടാപ്പ് ചെയ്ത് വെക്കണം, റെഡിയാക്കണം, പോട്ടരാം. കേരള സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റൻ ബിനീഷ് ചേട്ടൻ. സൂപ്പർ ഹീറോ എല്ലാം ഉണ്ട്. ടോസ് So we won the toss. So we are going to bowl first. Thank you. Okay. All the best. ഓക്കെ. നമ്മൾ ആഗ്രഹിച്ച ഓക്കെ ഓക്കെ അത് കേട്ടാ മതി. ടോസ് നഷ്ടപ്പെട്ടിരിക്കും. നമുക്ക് ബാറ്റിംഗ്. എന്റെ മോനെ അതിൻ്റെ അകത്ത് വന്നിട്ട് പറഞ്ഞു കേട്ടായി. മാഡിയുടെ കയ്യിൽ സ്വർണ്ണം അവതരിക്കുകയാണ് ടൂർണമെന്റിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യം. ആദ്യ മത്സരം എന്റെ മോനെ ബോള്
ഗോൾ കൊണ്ട് രാമനും കൂടി ഇല്ലേ നമ്മുടെ ഒന്നല്ല പോയില്ലല്ലോ. എനിക്ക് തോന്നി, ഞാൻ പ്രതീക്ഷിച്ചത്. അയ്യോ അയ്യോ എടുത്ത് ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാം കേട്ടോ. ആ ആടാ, അതാണ് കൂടെ പോകാലോ. ഞാൻ നോക്കിയിട്ട് വിളിക്കാം.
ഗൈസ് നമ്മൾ 20 ഓവർ 112 റൺസാണ് അടിച്ചത്. അത് ഈ ഗ്രൗണ്ടിലെ ഏറ്റവും ചെറിയ സ്കോറാണ്. പക്ഷേ നമുക്ക് 112 റൺസ് അടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മളെടുത്ത് ഇനി നല്ലപോലെ എറിഞ്ഞ് പിടിക്കാൻ നമ്മൾ നോക്കും, ശ്രമിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫീൽഡ് ചെയ്യാൻ ഇറങ്ങുന്നില്ല, കാരണം എനിക്ക് ബാക്ക് പെയിൻ കുറച്ച് സീനാണ്. എനിക്ക് ഓടാൻ വയ്യ എന്നത്തെ കാര്യം. അതുകൊണ്ടാണ് നാളത്തെ കളിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. നാളെ ഇവിടെ ഫ്ലഡ് ലൈറ്റ് മാച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. സോ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. ഓടാൻ വയ്യ. അവൻ ഞാൻ പറഞ്ഞു 2 വേണ്ടാന്ന്. പെട്ടെന്ന് പറഞ്ഞേ. ഇന്ന് നിങ്ങൾ തോറ്റാൽ നമുക്ക് നാളെ നല്ലൊരു ഫൈറ്റ് ചെയ്യാം. എന്ത് പറയുന്നു? ചേട്ടാ പോടാ, നിങ്ങൾക്ക് ഇത് വെറുതെ മാച്ചായിരിക്കും, നമുക്ക് സെലക്ഷൻ മാച്ചാണ്. ആണല്ലേ? എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു 10 റൺ അടിക്കാൻ നോക്കാം. ഈ വർഷം നിങ്ങൾ കളിച്ചില്ലേ കുഴപ്പമുണ്ടോ? ഈ വർഷം കളിച്ചില്ലെങ്കിൽ ഈ വർഷമല്ല, എല്ലാ വർഷവും കളിച്ചില്ലേ കുഴപ്പമുണ്ട്. ടെന്നീസ് ബോളിൽ കളിക്കുമ്പോഴായാലും കളിച്ചില്ലേ കുഴപ്പമുണ്ട്. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അടിച്ചുപൊളി. ട്രിവാൻഡ്രംകാർ പരസ്പരം വാശി വയ്ക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഒരുമിച്ച് ഇരിക്കണം. നിങ്ങൾ 2 ഫുൾ ടോസ് എറിഞ്ഞിട്ട് അതെങ്ങനെയാടാ ഞാൻ അറിഞ്ഞത്? നിനക്കത് കളിച്ചാൽ നിന്റെ അടുത്ത് ആരും ചോദിക്കൂല, നിന്നെ അവന്മാരെ കോനെ അടിക്കുകയുള്ളൂ. നമ്മളെ ചോദിക്കും, എൻ്റെ ഭാര്യ ചോദിക്കും. അത് നമുക്ക് പിന്നെ നമ്മൾ അവിടെ മിക്സ് ചെയ്യുമ്പോൾ നീ ഞാൻ അറിഞ്ഞിടാം. സെറ്റ്. Nice bowling. പോകുന്നത് തന്നെ അത്രയും സീരിയസ് ആയിട്ട് തന്നെ കിട്ടിയതിനെയും അപ്പോൾ വലിയ സന്തോഷം. ഷിയാസിന്റെ മനോഹരമായ ഒരു ഷോട്ടിൽ നമുക്ക് വരും. ബാറ്റിംഗും ബോളിംഗും മനോഹരമായ കാലിൽ പടേന്ന് അടിച്ചേട്ടാ. ബോള് തടവിടും. ഇപ്പൊ കടുക്കും. പരിക്കിന്റെ പിടി തന്നെ ഇപ്പൊ മുഴച്ചിരിക്കും 100 വാൾട്ടിന്റെ ബൾബ് പോലെ. കാലി പോയി. കൊണ്ടപ്പോ കടത്തില്ല. പിച്ച് ചെയ്തുകൊണ്ട്, പക്ഷെ നല്ല കൈവയ്ക്കാൻ സമയത്തിന് കിട്ടില്ല. കൈവച്ചിന്റെ കൈ പിടിച്ചില്ല. എന്തിനാണോ മാത്രം ഇതിന്റെ പരിസരത്ത് പോലും ഈ അവസരത്തിൽ എന്ത് പറയാനുണ്ട്? ജോയി നല്ല ഇരച്ചു കയറാൻ അടിയുന്ന തലവട്ടം വരാം. സച്ചാനാണ് പറഞ്ഞു വിട്ടത്. കാലോട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, പോയി വീഡിയോ എടുക്കാം. ഞങ്ങേട്ടാ മോളിൽ ഇരുന്നിട്ട് ഞാൻ കേട്ട സൗണ്ട്. നല്ല അറിയാം. ആരും പിടിക്കാൻ എറിഞ്ഞത് എനിക്കറിയൂടാ.
അത് എറിഞ്ഞാലും ചമ്പിക്കൊണ്ടാ പോലെ ഉണ്ടല്ലേ എന്നിട്ട് എറിഞ്ഞാൽ കണലല്ല ബൾബ് ഇപ്പൊ തെളി എനിക്കല്ല അവിടെ ആള് മാറി ഹനുമാൻ കയ്യിൽ ആള് മാറി അത് കഴിഞ്ഞിട്ടാണ് സീറോ വോൾട്ട് ബൾബ് ഇവിടെ അവന്റെ കാഫ് എന്നാ ബൾക്ക് കാഫ് അതിന് വിഷയമില്ല സ്റ്റോണിന്റെ അത്ര ഉണ്ടായിട്ടുണ്ടോ എന്നാ ചോദ്യം ഇങ്ങനെ വേറെ കയ്യിലങ്ങനെ ഉണ്ടെന്ന് ഓടിഞ്ഞ കാലം പോയി ക്രിയേറ്റ് ചെയ്യുന്ന ഇന്നൊരു ബൗളർ ഉണ്ട് അയാളെ നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം എന്ന രീതിയിൽ ബൗൾ ചെയ്യുന്നവരെയൊന്നും പിന്നെ നമ്മൾ കാണുന്നില്ല. അതുപോലെ ബാറ്റിങ്ങിലായാലും എനിക്ക് അറിയില്ല എത്ര പേർക്ക് ഈ ബോളി ആവാൻ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നു. മനോഹരമായി ബോൾ സേവ് ചെയ്ത് തടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞ് നടിയെന്ന് പറയും. അന്നാദ്യം നടക്കുന്ന മറ്റു എല്ലാ പന്ത് ബോൾസുകൾ ഓടിക്കുന്നതിന് വരുന്ന ബോൾസുകൾ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഞാനിത് പറഞ്ഞത് വിക്കറ്റ് നമ്മളിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നല്ല രീതിയിൽ വിമർശിക്കും. അപ്പോൾ ഞാനും നമ്മളൊക്കെ ചിലപ്പോൾ ചില പന്തറിയുമ്പോൾ ചില അടികൾ കമ്മിൽ പോകുന്ന സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അത് ജഡ്ജ് ചെയ്യാൻ പറയുന്നൊരു പണിയാണ്. അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. അത് യൂട്യൂബിൽ കയറിയിട്ട് ആൻഡ്രൂ സച്ചിൻ ഫുൾ ഷോട്ട് ചെയ്ത് ഒരു സിക്സ് അടിക്കും. നോക്കണം, ആൻഡ്രൂ കാർഡിക്കിൻ്റെ വന്നിട്ട് സച്ചിൻ്റെ ഒരു ഹുക്കാണ് ഞങ്ങൾക്കെതിരെ
വിളിക്കാതെ അറിഞ്ഞിട്ടാണ് വലിയ ആള്. ഞാൻ ആ സോങ് കേൾപ്പിച്ചുതരാം. ഇന്നും ഇവന്മാർ തോറ്റെന്ന് മാത്രമല്ല ദയനീയമായിട്ട് തോറ്റ്. സച്ച് ടോപ്പ് സ്കോററാണ്, അനീഷ് വൻ പരാജയം. ഇവന്മാരെ കൊണ്ട് ഇതിനൊന്നിനും നടക്കില്ലെന്നും വീണ്ടും ഇതിനുള്ള മറുപടി നാളത്തെ കളിയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറക്കൂലേ? അപ്പൊ അത് തീരുമാനിച്ച ബോള് മേടിച്ച അത് സെലോട്ടാപ്പിട്ട് ഒട്ടിച്ചേക്കണ അല്ല, അത് ഒരുത്തന്റെ നട്ടല്ലൂരി ഒരുത്തന്റെ കാലൊടുങ്ങി. അല്ല, ഇതില് ഒരു ഇഞ്ചുറി മസ്റ്റ് ആണ്. അത് എന്ത് വരാത്ത അടിച്ചില്ലേ? വയ്യാത്ത നടുവും വെച്ച കളിച്ച് മനസ്സിനൊരു സമാധാനം. ഇന്നലെ ട്രോമയിരുന്ന് ഉറക്കത്തിയൊരു സ്വപ്നം കണ്ടാക്കാവണായിട്ട്. ഇന്നത്തെ കളി നമ്മൾ തോറ്റു. നമ്മള് വലിയ സ്കോറൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പറയില്ലേ, ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഫോം ചെയ്ത ടീമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തെറ്റുകുറ്റങ്ങൾ നമ്മളുടെ ടീമിലുണ്ട്. അപ്പോൾ അവർ ഒരുപാട് നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഏകദേശം കേരള സ്ട്രൈക്കേഴ്സ് തുടങ്ങിയത് എത്ര വർഷം മുമ്പാണ്. അപ്പോൾ അവർക്ക് നല്ല കോച്ചുണ്ട്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ടെന്നീസിൽ കളിച്ചിട്ട് നേരെ ലെതർ ബോളിലോട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് എൻ്റെ ഇൻഡിവിജ്വൽ വൈസിൽ എനിക്ക് നല്ല കളിക്കാൻ പറ്റി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളെ കളി ഇമ്പ്രൂവ് ആയി വരും. ഇനി നാളെ ഫെഡ് ലൈറ്റ് മാച്ചാണ് ഗൈസ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ കളിക്കണമെന്നുള്ള, ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് നടുവൊന്നും വയ്യാഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കളിച്ചു. നാളെയും കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എറിയാൻ അവസരം കിട്ടും നാളെ നടുവ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ നാളത്തെ കളി എന്തായാലും ആധികാരികമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അത് പറഞ്ഞല്ലോ, തോറ്റം ഞാൻ പറഞ്ഞല്ലോ. ഇതേ സമയം ഇത് ടെന്നീസിലാണ് നമ്മൾ ജയിക്കുള്ളായിരുന്നു. അത് വേറെ കാര്യം. രണ്ട് ടൈപ്പാണല്ലോ. അതെ, ടെന്നീസിന്റെ ഇത് എൻ്റയർലി ഡിഫറെന്റ് ആണ് സ്റ്റിച്ച് ബോൾ. അതെ, കാരണം അതിന് അവർ പറയുമ്പോ എല്ലാം പറഞ്ഞല്ല, നമ്മളെ പിള്ളേര് സ്ഥിരം കളിക്കുന്ന ടെന്നീസ് ബോളിലാണ്. അവന്മാർ അത് കളിച്ചിട്ട് ഇവന്മാരെ കൂടെ ഇങ്ങനെ ഒന്ന് കളിക്കണത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഇവരെ ടീമിൽ ആകപ്പാടെ സ്റ്റിച്ച് ബോൾ കളിക്കണ എനിക്ക് സീക്രട്ട് ഏജന്റും ഗബ്രി മാത്രമേ ഉള്ളൂ. ചാർലി, ഇവന്മാര് 4 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 7 പേരും ടെന്നീസ് ബോളിന്റെ ഇത് വെച്ച് പോയിട്ട് ടെന്നീസ് ബോൾ കളിച്ചിട്ടുള്ള പരിചയം വെച്ച് ഇവൻ 3-4 ദിവസം പ്രാക്ടീസും പോയിട്ട് 36 റൺ അടിച്ചത് വലിയൊരു സംഭവമായിട്ടേ ഞാൻ പറയുള്ളൂ. പിന്നെ അവര് CCL ടീം എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടീമാണ്. പക്ഷെ അവരിങ്ങനെ കളിച്ചാൽ പോരാ. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഇനി നേരിടാൻ പോകുന്ന ടീം എന്ന് പറഞ്ഞാൽ ഊക്കൻ ടീമുകളുമായിട്ടാണ്. അപ്പൊ ഈ കളി കൊണ്ട് പോയാൽ ഒന്നും ആവൂല, അല്ലേ? അത്രേ ഉള്ളൂ. നമ്മളോടൊക്കെ നല്ല, കാരണം നമ്മൾ നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട്, അതാണ് സംഭവം. പിന്നെ അതുപോലെ നാളത്തെ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ലവ് യു.